ആകെ ഇലക്ട്രൽ ബോണ്ടിൽ പകുതിയോളം കിട്ടിയിട്ടുള്ളത് BJPക്കാണ് 6060.51 കോടി. ആകെ സംഭാവനയിൽ 47.5%. നോക്കൂ, രണ്ടാമത് കിട്ടിയിരിക്കുന്നത് തൃണമൂലാണ്. അതായത് BJPക്ക് സംഭാവന കൊടുക്കുമ്പോൾ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന് കൊടുക്കാതിരിക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ പാർട്ടി ആകില്ലല്ലോ തൃണമൂൽ കോൺഗ്രസ്. അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയമായി ബുള്ളിയിങ് നടന്നു എന്നും വേണ്ടേ കരുതാൻ ഡോക്ടർ വി ശിവദാസൻ? ഇതിൽ കോൺഗ്രസ് 1000 കോടിയിലധികം രൂപ ഇലക്ട്രൽ ബോർഡിലൂടെ സമാഹരിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ്. 1000 കോടി എന്ന് പറഞ്ഞാൽ ചെറിയ പൈസയല്ല, വലിയ പൈസയാണ്. 1000 കോടി, 1421 കോടി എന്ന് പറഞ്ഞാൽ വലിയ പൈസയാണ്. പക്ഷേ കോൺഗ്രസിന്റെ പൈസ ചെറുതായി ചിലർക്ക് തോന്നുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ BJPയുടെ 6000 കോടിയെ കുറിച്ച് പറയുന്നുണ്ടാവും. ഒന്നിനടുത്ത് മറ്റൊരു വലിയ ഒന്ന് അവിടെ വരച്ചു വെച്ചത് കൊണ്ടാണ്. അപ്പോ കോൺഗ്രസിന്റെ പൈസയും വലിയ പൈസ തന്നെയാണ്. ഒരു ഘട്ടത്തിലും കോൺഗ്രസ് ഇലക്ട്രൽ ബോണ്ടിനെ തള്ളിപ്പറയാൻ, ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കില്ലെന്ന് പറയാനൊന്നും തയ്യാറാവാത്ത പാർട്ടിയാണ് എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. ഇനി BJP ഇലക്ട്രൽ ബോണ്ട് എങ്ങനെയാണ് സമാഹരിച്ചത്? എല്ലാ നൈതികതയും ഉപേക്ഷിച്ച് എല്ലാ അർത്ഥത്തിലും EDയെയും ITയെയും കെട്ടഴിച്ച് വിട്ടിട്ടാണ് ഇവർ ഈ പണം അത്രയും സമാഹരിച്ചത്. സാന്റിയാഗോ മാർട്ടിന്റെ സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തുന്നു ED. അദ്ദേഹത്തിനെതിരായിട്ട് CBI കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അതിന്റെ തുടർച്ചയിൽ പണസമാഹരണം നടത്തുന്നു. ആദ്യം 250 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് എടുത്തതായി കാണുന്ന ദിവസവും മാസവും നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കുന്നത് നല്ലതാണ്. മേഘ കൺസ്ട്രക്ഷൻ അവരുടെ എങ്ങനെയാണ് അവരിൽ നിന്ന് സമാഹരിക്കുന്നത്? അവരിൽ നിന്ന് സമാഹരിക്കുന്നത് സമാനമായ രീതിയിലാണ്. മറ്റൊന്ന് BJPയുടെ ഇപ്പൊ MP ആയിട്ടുള്ള CM രമേശ് MD ആയിട്ടുള്ള സ്ഥാപനത്തിൽ നിന്ന് സമാഹരിച്ചു എന്ന് പറയുന്ന തുക എങ്ങനെയാണ്? അദ്ദേഹം നേരത്തെ മറ്റൊരു പാർട്ടിയുടെ നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ കമ്പനിയിൽ നിന്ന് 40 കോടി രൂപ വാങ്ങി എന്നുള്ളത് മാത്രമല്ല, അതിനൊപ്പം അദ്ദേഹത്തെ തന്നെ ആ പാർട്ടിയിൽ നിന്ന് എടുത്തിട്ട് BJPയുടെ MP ആക്കി മാറ്റിയെന്നും നമ്മൾ കാണുകയാണ്. ഇലക്ട്രൽ ബോണ്ട് എന്നുള്ളത് EDയെയും ITയെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമാഹരിച്ചിട്ടുള്ള ഫണ്ടാണ് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രം. ഇതിനപ്പുറത്ത് മറ്റൊരു കാഴ്ച എന്താണ്? ഇപ്പോ കിക്ക് സപ്ലൈ ചെയിൻ അവർ നൽകിയിട്ടുള്ള ഇലക്ട്രൽ ബോണ്ട് എന്നുള്ളത് 400 കോടിയിൽ അധികം രൂപയാണ്. അവരുടെ ആകെ വിറ്റുവരവ് എന്നുള്ളത് 500 കോടി ചില്ലാനാണ്. അതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള തപസ് മിശ്ര ആവട്ടെ അംബാനി കമ്പനിയുടെ ഹെഡ് ഓഫ് ദ അക്കൗണ്ട് ആണ്. നോക്കൂ, ഹെഡ് ഓഫ് അക്കൗണ്ട് ആയിട്ട് അംബാനി കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഇതിന്റെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. ആകെ വിറ്റുവരവിനോളം വരുന്ന തുക ഇലക്ട്രൽ ബോണ്ടായിട്ട് കൊടുക്കുകയാണ്. സാന്റിയാഗോ മാർട്ടിന്റെ ആകെ വിറ്റുവരവ് എത്രയാണെന്നുള്ള കണക്ക് ഇവിടെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണല്ലോ. അപ്പം ഇതിനപ്പുറത്ത് മറ്റൊരു വിഷയം നിൽക്കുന്നത് എന്താണ്? രാജ്യത്തിന്റെ പോളിസി തന്നെ മാറ്റി എഴുതുന്നു എന്നുള്ളതാണ്. യശോദ കമ്പനിയിൽ റെയ്ഡ് നടത്തി, അവരുടെ ഹോസ്പിറ്റൽ ഗ്രൂപ്പിൽ റെയ്ഡ് നടത്തി, അവരിൽ നിന്ന് 100 കോടി രൂപ സമാഹരിച്ച് ആ 100 കോടി രൂപ സമാഹരിച്ചു എന്നതിനപ്പുറത്ത് രാജ്യത്തെ ജില്ലാ ഹോസ്പിറ്റലുകൾ ഇനി സർക്കാരുകൾ നടത്തേണ്ടതില്ല, പ്രൈവറ്റ് പ്ലേയേഴ്സ് ആശുപത്രി നടത്തി പരിചയമുള്ളവർ നടത്തിക്കൊള്ളട്ടെ എന്ന സമീപനവും പോളിസിയും സ്വീകരിച്ചു എന്നുള്ളതാണ് BJP ചെയ്തിട്ടുള്ള കാര്യം. ഇൻഡിഗോ കമ്പനിക്കാരൻ ആദ്യം 36 കോടി രൂപ ഇതിനകം തന്നെ ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്നല്ലോ ഡോക്ടർ വി ശിവദാസൻ. നോക്കൂ, ഇത് ക്വിഡ് ആണ് എന്നുള്ള കാര്യത്തിൽ സുപ്രീം കോടതിക്കും ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് സുപ്രീം കോടതി ആ നിലയിൽ വിധി എഴുതിയിട്ടുള്ളത്. ഇനി എന്താ ചെയ്യാൻ കഴിയുക? ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് പണം, ഞങ്ങൾ അതിനുള്ള സേവനവും ചെയ്തു കൊടുത്തിട്ടുണ്ട്, അതിന് നിങ്ങൾക്ക് എന്താ? ഇത് ഈ ജനാധിപത്യ ഇന്ത്യയിൽ BJPയുടെ ഈ കൊടും കൊള്ളയെ തുറന്നു കാണിക്കുകയും ഒപ്പം നിയമപരമായിട്ടുള്ള നടപടികൾക്ക് ഇവർ വിധേയരാവണം. ഇത് രാജ്യത്ത് പോളിസി വൻകിടക്കാർക്ക് അനുകൂലമായി പോളിസി നയമാറ്റം, പണം വാങ്ങി നയമാറ്റം രൂപപ്പെടുത്തി ഇവർ ഇങ്ങനെ പണം വാങ്ങി നയമാറ്റം നടത്തിയിട്ടുള്ള ഇവർ കൈക്കൂലിയാണ് വാങ്ങിയത്, കൊള്ളയാണ് നടത്തിയത്. കൈക്കൂലി എന്നുള്ളത് രാജ്യത്തെ കൊടും കുറ്റാണ്. എയർടെൽ കമ്പനിക്കാരന് ചെയ്തു കൊടുത്തിട്ടുള്ള സഹായം നിങ്ങൾ നോക്കുക, വോഡാഫോണിന് ചെയ്തു കൊടുത്തിട്ടുള്ള സഹായം നോക്കുക. വോഡാഫോൺ കമ്പനിക്കാരന്റെ കയ്യിൽ നിന്ന് ഇവർ വായ്പ വാങ്ങിയ പണം ഷെയറാക്കി മാറ്റിക്കൊടുത്തു. ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഏതെങ്കിലും ഒരു നാട്ടിൽ ഇങ്ങനെയുള്ളൊരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടോ? വായ്പ വാങ്ങിയ തുക ഷെയറാക്കി മാറ്റിക്കൊടുത്ത് കമ്പനിയെ സഹായിക്കുന്നു. ഇങ്ങനെയുള്ള കാഴ്ചകൾ നമ്മളോട് പറയുന്നത് എന്താണ്? BJP വാങ്ങിയിട്ടുള്ളത് കൈക്കൂലിയാണ്. ആ കൈക്കൂലിയാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് രാജ്യത്ത് തുറന്ന ഒരു അന്വേഷണം വേണം. ആ അന്വേഷണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇതിൽ പ്രതികളാക്കപ്പെട്ടിട്ടുള്ള BJPയുടെ ഏതേത് പാർട്ടിയുടെ ആളുകളാണോ അങ്ങനെ ചെയ്തിട്ടുള്ളത് അവരെയെല്ലാം കുറ്റക്കാരായി കണ്ട് വിചാരണ നടത്തണം എന്നുള്ള അഭിപ്രായമാണ്. Debate with MV Nikesh Kumar.